കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ദൈവവചന പഠനം അല്ലെങ്കിൽ പാരായണം നടത്തിക്കൊണ്ടിരുന്ന വേളയിൽ 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം എൻ്റെ ഹൃദയത്തിലൊന്ന് സ്പർശിക്കാനിടയായിത്തീർന്നു. അതൊരു മെസ്സേജായിട്ട്, ഒരു ചെറിയ ക്ലിപ്പായിട്ട് അത് പ്രസംഗിക്കണമെന്നെൻ്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹം തോന്നി. കാരണം ഇന്ന് ആത്മീയ ഗോളത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ പല പ്രവൃത്തികളും വിശുദ്ധന്മാരുടെ ഇടയിൽ പേർ പറയാൻ പോലും വയ്യാത്തതായ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഹൃദയത്തിൽ വലിയ വേദനയുണ്ട്. ലോകത്തിൻ്റെ മുൻപിൽ ഉപ്പ് പോലെ രുചിക്കേണ്ട, വെളിച്ചം പോലെ പ്രകാശിക്കേണ്ട പുതിയ നിയമസഭ, ശുശ്രൂഷ വൃന്ദങ്ങൾ, വിശ്വാസികൾ ലോക മനുഷ്യരാൽ ചവിട്ടി തേക്കപ്പെടുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ ഹൃദയത്തിൽ വേദനയുണ്ട്. ആ വേദനയാണ് ഈ മെസ്സേജ് പറയാനായിട്ട് ഇടയായി തീർന്നത്. ഒരു AG ചർച്ചിലെ ഒരു പാസ്റ്ററുടെയും അമ്മാമ്മയുടെയും സഹോദരങ്ങളുടെയും ജീവിത രീതി, ആ കുടുംബത്തിലെ മകൾ ഒരു സാക്ഷ്യമായി നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കാനിടയായി തീർന്നു. ഇതൊന്നും വെറുതെ ഉള്ളതല്ല, ഫേക്കായിട്ട് പറയുന്നതല്ല, ശരിയായ കാര്യങ്ങളാണ്. അത്രത്തോളം പെന്തക്കോസ്തുകോളം ജീർണിച്ചു പോയി, ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒട്ടും അതിശോക്തിയില്ല. അതുപോലെയുള്ള 100 സംഭവങ്ങൾ കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ സന്ദേശം ജനത്തോട് പറയുവാൻ ദൈവാത്മാവിൽ എനിക്കൊരു ഹേമം കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുഖോര കൂടാതെ വിഷയത്തിലേക്ക് കയറുന്നു. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം ഒരു പ്രത്യേക സബ്ജക്റ്റാണ് നമുക്ക് തരുന്നത്. 6-ാം അധ്യായം അതൊരു പ്രത്യേക സബ്ജക്റ്റാണ്. ഓരോ അധ്യായങ്ങളിൽ, ഓരോ ഖണ്ഡികകളിൽ ചില സബ്ജക്റ്റുകൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നെഴിലിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ 5-ാം അധ്യായം ഫോർണിക്കേഷൻ, ദുർനടപ്പ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ ഞാൻ കുറിവാക്യമായിട്ട് വായിക്കുന്നു. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്നറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിച്ച മാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. ഇത് കുറിവാക്യമായിട്ട് വെച്ചുകൊണ്ടാണ് ഞാൻ ചില ചിന്തകൾ ഈ അധ്യായത്തിൽ നിന്ന് ഒരുമിച്ച് നമുക്ക് ധ്യാനിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഇന്ന് ലോകം മുഴുവൻ ഈ ദുർനടപ്പിൻ്റെ കേളിരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉള്ള ബന്ധത്തെക്കാൾ അവിഹിത ബന്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി കഥകൾ. വിവാഹം കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും 6 മാസത്തിനുള്ളിൽ ഡൈവേഴ്സ് ആകുക, തമ്മിത്തല്ലി പിരിയുക, കേസും കോടതിയായിട്ട് തീരുക. കാരണം അവിഹിത ബന്ധം, ദുർനടപ്പ്. ഇത് ആത്മീയ ഗോളത്തെയും ത്രസിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയ ഗോളം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കൻ ഐക്യനാടുകളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ വിവാഹബന്ധം എന്നുള്ളത് വളരെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയാം, 2-3 ഭാര്യമാരുള്ളവർ അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വിവാഹം കഴിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ദൈവവചനവും പഠനമില്ലല്ലോ, ഉപദേശമില്ലല്ലോ. സഭകൾ ഉപദേശം വിട്ടുകളഞ്ഞല്ലോ. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർവിട്ട് പോകുന്ന ഒരുത്തിനും ദൈവമില്ല. ഉപദേശം വിട്ട് അതിർവിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ആത്മീയ ഗോളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ എസ്പെഷ്യലി
അത് ക്രമേണ ആ അവസ്ഥകൾ നമ്മുടെ ഭാരതത്തിലേക്കും കേരളത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു എന്നോർക്കുമ്പോൾ നമ്മുടെ തല കുനിക്കണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസകോളത്തിൽ എത്രത്തോളമുണ്ട്, എത്രയോ കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. ലോകമനുഷ്യരുടെ ഇടയിലെ കാര്യങ്ങൾ പോട്ടെ, അത് ലോകമനുഷ്യരാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. പ്രമാണമില്ല, വ്യവസ്ഥയില്ല. എന്നാൽ ആത്മീയ കോളത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഇവിടെ നമ്മൾ വായിച്ചത് അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്നറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ മാവിനെ നീക്കിക്കളയും. എന്താണ് ഇതിൻ്റെ അർത്ഥം? സഭകളിലുള്ള ദുർനടപ്പുകാരെ നീക്കിക്കളയണം, പാപം ചെയ്യുന്നവരെ നീക്കണം, പാപത്തോട് പോരാടണം, പാപത്തോട് എതിർത്ത് നിൽക്കണം, പാപത്തെ വിട്ട് ഓടണം, പാപത്തെ കീഴ്പ്പെടുത്തണമെന്ന് സഭകളെ ശക്തമായി പഠിപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ അതൊക്കെ വിട്ടിട്ട് ലോകത്തോട് ഇടകലർന്നു പോകത്തക്ക നിലയിലാണ് ഇന്ന് സഭകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം സഭകളിൽ ഉപദേശമില്ല. റോമാ സഭയെ ഞാൻ എപ്പോഴും പറയുന്ന ഭാഗമാണ്. റോമാ സഭയെ ഉപദേശം പഠിപ്പിച്ചു. നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നിങ്ങൾ പഠിപ്പിച്ച ഉപദേശ രൂപം, റോമർ 16-ൽ നിങ്ങൾ പഠിച്ച ഉപദേശം. അപ്പോൾ ഉപദേശം സഭയെ പഠിപ്പിച്ചു, സഭ അത് പഠിച്ചു. ഇന്ന് ഉപദേശം പറയുന്നില്ല, പാട്ടും പാടിക്കൊണ്ടിരിക്കുക, സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രബോധനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. മറ്റൊരു സുവിശേഷത്തിലേക്ക്, മറ്റൊരു ആത്മാവിലേക്ക്, മറ്റൊരു ക്രിസ്തുവിലേക്ക് സഭ അതിവേഗം പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വിമർശനങ്ങൾ ഉണ്ടാകാം, എന്ത് പറഞ്ഞാലും വിമർശനം ഉണ്ടാകും. അമ്മ തല്ലിയതിനും രണ്ടു പക്ഷം, അതൊന്നും നമ്മൾ ഗണ്യമാക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 5-ാം അധ്യായം ഞാൻ വായിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു, ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ച് കൊള്ളുന്നു പോയി. അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. അപ്പോൾ പുതിയ നിയമസഭയിൽ വന്നിരിക്കുന്ന പാപത്തിൻ്റെ പട്ടിക ജാതികളിൽ ഇല്ലെന്ന് പൗലോസ് പഠിപ്പിക്കുക. ദൈവമക്കളെ, എന്താ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ജാതികളിൽ ഇല്ലാത്ത ദുർനടപ്പ് സഭകളിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു, സഭകളിൽ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. എനിക്കറിയാം, കേരളക്കരയിൽ എക്സ്പെഷ്യലി ഞങ്ങൾ പാർക്കുന്ന എറണാകുളം പട്ടണങ്ങളിൽ ഭാര്യമാർ ജീവിച്ചിരിക്കെ തന്നെ മറ്റു സ്ത്രീകളെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന ഒത്തിരി അംഗങ്ങളെ എനിക്കറിയാം. ഒത്തിരി കുടുംബങ്ങളുണ്ട്, ഒത്തിരി സഭകളിൽ അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. എന്താണ് അതിൻ്റെ പ്രധാന കാരണം? കർത്താവ് പറഞ്ഞു, ഭാര്യ ജീവിച്ചിരിക്കെ ഒരാൾ വേറൊരു പെണ്ണിനെ വ്യഭിചാരം ചെയ്യുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ വ്യഭിചാരം ചെയ്യുന്നു. സ്തോത്രം. അപ്പൊ അത് പറഞ്ഞ് പഠിപ്പിക്കാതെ, ആ ഉപദേശത്തിൽ സഭയെ നിർത്താതെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭക്തിപൂർവ്വ ഉപദേശത്തിൽ സഭയെ നിർത്താതെ അന്യതാ ഉപദേശം പറഞ്ഞ് സഭയെ നടത്തിക്കൊണ്ടിരിക്കുക, വചന വ്യവസ്ഥ വിട്ട് സഭ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച 94-കാരനായ ഒരു ദൈവവൃത്യൻ ഒരു പുസ്തകം എഴുതി, ദൈവസഭയും നവീകരണവും. ഞാനത് കുറച്ച് കോപ്പി എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുക. എൻ്റെ അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാൻ. അതിൽ താൻ ഇങ്ങനെ എഴുതി, പുതിയ നിയമസഭ അതിൻ്റെ പാത വിട്ട് അബദ്ധസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുക. പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ ജീവന്റെ ഉറവയായി എന്നെ വിട്ട് അവർ പൊട്ടക്കുഴികളെ കുഴിച്ചുകൊണ്ടിരിക്കുക. യിരെമ്യാവ് പറയുക, ക്രിസ്തുവിനെ വിട്ടുപോയ സഭകൾ തലയില്ലാത്ത ശരീരങ്ങൾ ഒഴുകി വരുന്നു എന്ന് ഞങ്ങൾ ദൈവവചനം പഠിപ്പിച്ച ദേവദാസൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം എനിക്കൊരു പുച്ഛമായിട്ട് തോന്നി. തലയില്ലാത്ത ശരീരം, ഇതെന്താ ഇത്? പൊട്ടത്തരം വിളിച്ച് പറയുന്നു.
ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളി പറയുന്നത് തലയില്ലാത്ത ശരീരങ്ങളെന്ന് പറഞ്ഞാൽ സഹോദര, ക്രിസ്തുവില്ലാത്ത സഭകൾ, ക്രിസ്തുവിൻ്റെ പ്രമാണമില്ലാത്ത സഭകൾ, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർവിട്ട് പോകുന്ന ഒരുത്തലും ദൈവമില്ല, ക്രിസ്തുവിൻ്റെ ഉപദേശം പഠിപ്പിക്കാത്ത സഭകൾ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം സകല ജ്ഞാനത്തോടു കൂടി ഐശ്വര്യമായി നിങ്ങൾ വസിക്കട്ടെ, തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമപ്പീൻ, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. അപ്പൊ സഭകളിൽ ക്രിസ്തുവിൻ്റെ പ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം പഠിപ്പിക്കുന്നില്ല. പരിണിത ഫലം, സഭ പ്രമാണം വാങ്ങാനായിട്ട് മോശ സീനായ് പർവ്വതത്തിൽ പോയപ്പോൾ ഒരു ഗുണം പിടിക്കാത്ത അഹരോൻ മോശയുടെ സ്ഥാനത്ത് വന്നു. സംഭവിച്ചത് എന്താ? 3000 പേര് പട്ടുപോയി, മരിച്ചുപോയി, വാളാൽ മുറിവേറ്റു വീണു. ഹല്ലേലൂയ. അഹരോന്റെ നേതൃത്വത്തിൽ ജനത്തെ പാപം ചെയ്യിക്കുകയായിരുന്നു. ഇന്നും അതുപോലെ വിശ്വാസികളെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന അനേകർ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ ക്യാപ്റ്റൻ ഷമോല് അതുപോലെ പല ദേവദാസന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവസഭയ്ക്ക് കേടുവരുത്തുന്നത് RSSകാരോ BJPക്കാരോ വിശ്വഹിന്ദു പരിഷത്തുകാരോ ശിവസേനക്കാരോ ബജറംഗ് ദളുകാരോ ഇസ്ലാം തീവ്രവാദികളോ ഒന്നുമല്ല. ദൈവവചനത്തെ തെറ്റായി പഠിപ്പിക്കുന്ന ദുരുപദേശ സംഘങ്ങളാണ് സഭയെ പിന്നോട്ട് ഓടിക്കുന്നത്, നരകത്തിലേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരുവനെ കടലും കരയും കടന്ന് ഒരുത്തനെ മതത്തിൽ ചേർത്തിട്ട് ഇരട്ടിച്ച നരകത്തിന് യോഗ്യനാക്കി തീർക്കുന്നുവെന്ന് ശാസ്ത്രമാരെ പരീശന്മാരെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം ഇവിടെ ഞാൻ ഓർപ്പിക്കുകയാണ്. കടലും കരയും നടന്ന് കഴിഞ്ഞ്, കടലും കരയും പിന്നിട്ട് വിശ്വാസികളെ പ്രബോധിപ്പിച്ച് പ്രസംഗിച്ച് ഇരട്ടിച്ച നരകത്തിന് യോഗ്യരാക്കി തീർക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ പ്രസിദ്ധമായൊരു വാക്യം, നാക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ഇത് പ്രസംഗിക്കാൻ ആളില്ല. നായ്ക്കളും വിച്ഛേദനക്കാരും ആകാത്ത വേലക്കാരും സഭയിൽ മേഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം പഠിക്കുമ്പോൾ, 2-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ആദ്യത്തെ സഭയായ എഫെസോ സഭയിൽ ഒരു ഗ്രൂപ്പ് വന്നു. അവർ വന്നത് പ്രവാചകന്മാരെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ സഭ അവരെ പരീക്ഷിച്ചപ്പോൾ അവരാരായി മാറി? കള്ളപ്രവാചകന്മാരായി സഭയ്ക്ക് ബോധ്യപ്പെട്ടു. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട സഭകളാണെന്ന് ഓർത്തോണം. ഇന്ന് അപ്പോസ്തലോസിസ് സഭയെ പഠിപ്പിക്കാത്തത് കൊണ്ട്, പുതിയ നിയമസഭയെ പഠിപ്പിക്കാത്തത് കൊണ്ട്, കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്തിവചനം ഭക്തിയുഗത്ത് ഉപദേശിച്ച സഭയെ പഠിപ്പിക്കാത്തത് കൊണ്ട് ദുരുപദേശന്മാർ കയറി മേയുകയാണ്. ഇതിന്റെ പിന്നിലുള്ള അപകടം പലരും വേണ്ട രീതിയിൽ ഗ്രഹിക്കുന്നില്ല. പൊട്ടന്മാരെ പോലെ ഇരിക്കുക. ഇതിന്റെ പിന്നിലുള്ള അപകടം ജനം നിത്യമായ നാശത്തിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ്. അതാ ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ ശക്തിയോടെ പറയുന്നത്. ആരെങ്കിലും ഇത് കേട്ട പഥ്യവചനം പഥ്യോപദേശത്തിലേക്ക് സഭകളെ കൊണ്ടുവരുന്നില്ലെങ്കിൽ സഭ നശിച്ചു പോകും. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. കൊരിന്ത് സഭയിലെ പ്രധാന വിഷയം, ഒരു വലിയ പാപം, ഫോർണിക്കേഷൻ, ദുർനടപ്പായിരുന്നു. ഒരുത്തൻ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന പോൽ, ഇത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ, എന്നിട്ട് നിങ്ങൾ ചേർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തതിനെ കുറിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല. അവൻ കാശുള്ളവനാണെങ്കിൽ അവനെ സെക്രട്ടറി ആക്കുന്നു, അവനെ കൗൺസിൽ അംഗമാക്കുന്നു, അവന് സഭയിലെ പല ചുമതലകളും കൊടുക്കുന്നു. അങ്ങനെ സഭയിൽ അവനെ വാഴിക്കുക ചെയ്യുന്നു. അത് പൗലൂസ് പറയുന്നു, എന്താ? അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്നറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിപ്പീൻ. പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. പഴയ പുളിമാവ് എന്ന് പറഞ്ഞാൽ ദുരുപദേശത്തിൽ പോകുന്നവനെ കുറിച്ച് അവിടെ പറയുന്നേ. സ്വന്തം അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നവൻ ദുരുപദേശമല്ലാതെ പിന്നെ അവൻ എന്ത്, ഏത് ഉപദേശം? അതെ, അത് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ഒത്തിരി വിഷയങ്ങളുണ്ടാവും. എല്ലായിടത്തൊക്കെ പോകാൻ എനിക്ക് സമയമില്ല. പ്രിയമുള്ളവരെ, പൗലൂസ് പറയുന്നു,
ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല. സഭയ്ക്കൊരു പ്രയാസമില്ല, സഭയ്ക്ക് ബുദ്ധിമുട്ടില്ല, സഭയ്ക്ക് വിഷമമില്ല. അവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പോകാൻ മറ്റു വിശ്വാസികൾക്ക് താല്പര്യമുണ്ട്, കുഴപ്പമില്ല. അതൊന്നും വലിയ കുഴപ്പമില്ല, അതൊന്നും വലിയ കാര്യമില്ല, അതൊന്നും ഒരു പ്രശ്നമല്ല. സംഭവം സഭ പൊളിച്ച് 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 ദുരുപദേശത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോവുകയാണ്. അതാ പൗലോസ് പഠിപ്പിക്കുന്നത്. അതൊന്ന് എടുത്തു പറയാനാണ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ. പാപം ചെയ്തവനെ തെരഞ്ഞു പിടിച്ച് അവരെ ശാസിച്ച് പുറത്താക്കേണ്ടവനെ പുറത്താക്കി, തർജ്ജനം ചെയ്യേണ്ടവനെ തർജ്ജനം ചെയ്ത്, കഠിനമായി ശാസിക്കേണ്ടവനെ കഠിനമായി ശാസിച്ച്, എല്ലാവരും കേൾക്കെ ശാസിക്കേണ്ടവനെ എല്ലാവരും കേൾക്കെ ശാസിച്ച്, അങ്ങനെ അച്ചടക്കമുള്ള ഒരു സഭയായി സഭകൾ തീരുന്നില്ലെങ്കിൽ സഭ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് ഇന്ന് രാത്രി ഞാൻ ശക്തമായ ഭാഷയിൽ വിളിച്ചു പറയുന്നു. പ്രിയമുള്ളവരെ, സമയം വളരെ മുമ്പോട്ട് പോവുകയാണ്. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ച് കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവനെ എന്ത് ചെയ്യണം? അവനെ എന്ത് ചെയ്യണം? സ്തോത്രം, സ്തോത്രം. അവരെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. അവരെ സാത്താനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനാ സാത്താനെ ഏൽപ്പിച്ചത്? നരകത്തിൽ പോവാതെ രക്ഷിക്കപ്പെട്ടു വരാൻ, മടങ്ങി വരാൻ. സാത്താൻ അവനെ കുത്തി 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 നോവിച്ച് അവനെ നിലവിളിപ്പിച്ച് അവന് അനുതാപം ഉണ്ടാക്കി മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടാൻ വേണ്ടി അവനെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുക. ഇവിടെ നമ്മൾ അവനെ സെക്രട്ടറി ആക്കുക, കൗൺസിൽ അംഗങ്ങളാക്കുക, സഭയിലെ പ്രധാന ചുമതലകളിലേക്ക് അവനെ കൊണ്ടുവരിക, സഭയുടെ കൺവെൻഷൻ നടത്താനായിട്ട് അവനെ ഏൽപ്പിക്കുക, സഭയുടെ ചുമതലകളിൽ അവനെ ഏൽപ്പിക്കുക. ഇച്ചിരി കാശുള്ള അച്ചായനായിരിക്കും എന്ന് വിചാരിച്ചോ? അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു അച്ചായനായിരിക്കും എന്ന് വിചാരിച്ചോ? ഈ നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതുകൊണ്ട് എന്തു പറ്റും? അസാരം പുളിമാവ് മുഴുവൻ പുളിച്ച് 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 അവസാനം സഭ വഷളന്മാരുടെ ഒരു സംഘമായി മാറും. ഇസ്രായേൽ സഭയെക്കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ പറയുന്നത് ഈ ദുഷ്ടസഭ, ദുഷ്ടസഭ, ദുഷ്ടസഭ. അതുപോലെ പുതിയ നിയമസഭയും ഏതാണ്ട് ആ നിലവാരത്തിൽ എത്തിയിരിക്കുക. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. സ്വത്രം. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്നറിയുന്നില്ലയോ? നിങ്ങളും പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയണം. നമ്മുടെ പെസഹാ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. സ്തോത്രം. എന്താ ഇവിടെ പൗലോസ് പറയുന്നേ? ആ പുളിച്ച മാവിനെ, ആ പാപം ചെയ്തവനെ സഭയിൽ നീക്കുക. നീക്കാൻ പറ്റുമോ? സഭ തകർന്നു പോകുന്നതിൻ്റെ കാരണം മനസ്സിലായോ? ഇന്നത്തെ സഭകൾ ജീർണിച്ച് കിടക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായോ? ഇന്നത്തെ സഭകൾ ആത്മീയമായി മൂക്കുകുത്തിയതിൻ്റെ കാരണം മനസ്സിലായോ? ജഡീകന്മാരെ കൊണ്ട് പ്രസ്ഥാനങ്ങൾ നിറയാനായ കാരണം മനസ്സിലായോ? പാപം ചെയ്തവനെ തെരഞ്ഞു പിടിച്ച് ശാസിച്ചവനെ തിരുത്തി നീതിയുടെ വഴിയിലേക്ക് നടത്താൻ കഴിയാത്ത ശുശ്രൂഷ വൃന്ദങ്ങൾ, സംഘടനകൾ, വലിയ മഹത്വം പറയുന്നുണ്ട് സംഘടനകൾ അവരവരെ കുറിച്ച്. ഞങ്ങൾ ഇത്ര ലക്ഷം, ഞങ്ങൾ ഇത്ര ലക്ഷം, ഇത്ര കോടി, ഇത്ര കോടി, ഞങ്ങൾ ഇത്ര മെമ്പർ, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന ജഡീകന്മാരായി ജീർണിച്ചു പോയ അവസ്ഥയിലേക്ക് നമ്മുടെ സഭ മാറ്റപ്പെട്ടു പോയി. ഇവിടെ മുഴങ്കാലിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം. ജഡീകന്മാരുടെ കയ്യിൽ നിന്ന് സഭയെ വിടുവിച്ചെടുക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യം. സത്യവചനം പഥ്യവചനം കൊണ്ട് സഭയെ പരിപോഷിപ്പിക്കപ്പെടേണ്ടത് ആവശ്യം. അപ്പോസ്തലന്മാരുടെ ഉപദേശം ഇടതട കൂടാതെ സഭയിൽ പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം വളരെ വലുതായിരിക്കുന്നു. ഉപദേശമില്ലാതെ സഭ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു വീട്ടിലെ ഒരു അപ്പനും അമ്മയ്ക്കും 3-4 മക്കളുണ്ടെന്ന് വെച്ചോ. 4ാം ക്ലാസ്സിൽ, 5ാം ക്ലാസ്സിൽ, ഫസ്റ്റ് BDC, സെക്കൻഡ് BDC,
കോളേജിൽ പഠിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് വെച്ചോ. നല്ല ശിക്ഷണത്തിൽ അവരെ വളർത്തിയില്ലെങ്കിൽ അവർ ഈ ലോകത്തിൻ്റെ ഗതിവിധികൾക്കനുസരിച്ച് പോയി ആ മാതാവിനും പിതാവിനും ഒരു വേദനയായി ആ മക്കൾ മാറാനിടയായിത്തീരും. അതുപോലെ ദൈവസഭയെ ശാസിച്ചും തർജ്ജനം ചെയ്തും കഠിനമായി ശാസിച്ചും ഉപദേശം കൊണ്ട് സഭയെ മുൻപോട്ട് നയിച്ചില്ലെങ്കിൽ സഭ പാപത്തിൽ വീണ്, 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ, പുളിച്ച മാവിന്റെ അവസ്ഥയിലേക്ക് സഭ മാറാനിടയായിത്തീരും. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. സഭ പൊളിച്ചു പോകും, സഭ ദുരുപദേശത്തിലേക്ക് പോകും, സഭ ദൈവകൃപ വിട്ടുപോകും. ഇന്ന് എത്രയോ സഭകൾ ആ നിലവാരത്തിൽ കിടക്കുക. പറയാൻ ലജ്ജയുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞ കഥ, ഒരു പ്രവാചകൻ വിദേശത്ത് പോയി തിരിച്ചു വന്നപ്പോൾ അസിസ്റ്റന്റ് പാസ്റ്ററിന്റെ ഭാര്യയായ അത്രേ പാസ്റ്ററിന്റെ ഭാര്യ. എങ്ങനെ പറയാതിരിക്കും? കള്ളപ്രവാചകൻ തിരിച്ചു വന്ന്, ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, സ്വന്തം കുടുംബത്തിലെ കാര്യം അറിയാത്തവൻ എന്നാ പ്രവചിക്കാനാണ്? സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന അനീതിയെക്കുറിച്ച് പ്രവചിക്കാൻ കഴിയാത്ത വ്യക്തി, അല്ലെങ്കിൽ ഗ്രഹിക്കാൻ കഴിയാത്ത വ്യക്തി മറ്റുള്ളവരോട് എന്തു പറയാനാ? അതാ എൻ്റെ ചോദ്യം. പ്രവചന ശുശ്രൂഷ എന്താണെന്ന് എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. വേണമെങ്കിൽ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം, പെട്ടെന്ന് വായിച്ചു കേൾപ്പിക്കാം, സമയം മുമ്പിലില്ല, പെട്ടെന്ന് വായിച്ചു കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. പ്രവചിക്കുന്നവനോ ആത്മീയവർദ്ധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ പ്രവചനം എന്താണെന്നുള്ളത്, പ്രബോധനം, ആശ്വാസം, ഉപദേശം, മനുഷ്യന്റെ പാപത്തെക്കുറിച്ച് സഭയ്ക്ക് ബോധം വരുത്തുക, അതാ പ്രവചനം. ആത്മീയ വർധന ഉണ്ടാകണം പ്രവചനം കേട്ട്, ആത്മീയ വളർച്ച ഉണ്ടാകണം, ആത്മീയ നിറവുണ്ടാകണം. ഇതൊന്നും ഇല്ലാതെ എന്നാ പ്രവചനമാ? ഹല്ലേലൂയ, സ്തോത്രം. മേൽപ്പറഞ്ഞ പ്രവാചകൻ തിരിച്ചു വന്നപ്പോൾ അസിസ്റ്റന്റ് പാസ്റ്ററിന്റെ ഭാര്യയായി ആര്? പ്രവാചകന്റെ ഭാര്യ. പാസ്റ്റർ വയലന്റായി ശാസിച്ചു, തർജ്ജനം ചെയ്തു. മേലിൽ ഈ കോമ്പൗണ്ടിൽ കയറി പോകരുതെന്ന് അസിസ്റ്റന്റ് പാസ്റ്ററിന് എന്ത് ചെയ്തു? ശാസന കൊടുത്തു. പാസ്റ്റർമ്മ പറഞ്ഞു, അസിസ്റ്റന്റ് പാസ്റ്റർ ഈ ഭവനത്തിൽ നിന്ന് പോയാൽ ഞാനൊരു പക്ഷേ ഞാൻ കയറിൽ എൻ്റെ ജീവിതം അവസാനിക്കും. എന്താണ് ഞാൻ ഈ പറയുന്നത്? എത്ര ഗതികെട്ട അവസ്ഥയാണ്! ഇതുപോലെ ഗതികെട്ട അവസ്ഥയുണ്ടോ? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? പുതിയ നിയമസഭ ആ സഭയുടെ പഥ്യവചനം, പഥ്യോപദേശമായ അപ്പോസ്തലിക ഉപദേശത്തിൽ നിന്ന് സഭ സ്തോത്രം പോയി, സഭ വ്യതിചലിച്ചു പോയി. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സഭയെ പഠിപ്പിക്കുക, തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടിരിക്കുക, കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ, സങ്കീർത്തനം പാടി പഴയ നിയമത്തിലെ വെട്ടും കുത്തും എന്നു വേണ്ട വീരസാഹസങ്ങളൊക്കെ പ്രസംഗിച്ച് ജനത്തെ ജഡികന്മാരാക്കി വെച്ചിരിക്കുക. ഇവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. പ്രിയമുള്ളവരെ, ക്ഷമിക്കണമേ എന്നോട്. ഹല്ലേലൂയ. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല. എന്താ ദുഃഖിക്കാത്തത്? അതൊന്നും വലിയ കാര്യമല്ലെന്നേ. റോമാസഭയെ, കൊരിന്ത് സഭയെ, ഗലാത്യ സഭയെ, എഫേസ്യ സഭയെ, ഫിലിപ്പി സഭയെ, കൊലോസ്യ സഭയെ, തെസ്സലോനിക്ക സഭയെ അപ്പോസ്തലന്മാർ ഉപദേശം പഠിപ്പിച്ചതുപോലെ സഭയെ അപ്പോസ്തലോപദേശം പഠിപ്പിക്കണം. സ്തോത്രം. എപ്പോഴും പറയാറുള്ള വേദഭാഗം ഇപ്പോഴും പറയാൻ കർത്താവിൽ ശരണപ്പെടുക. പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ ദേശങ്ങളിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയവർദ്ധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. 16-ന്റെ 4-5 വാക്യങ്ങൾ. അവർ പട്ടണം തോറും ചെന്ന്
യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർ കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. ഇപ്പൊ എണ്ണത്തിൽ പെരുകുന്നുണ്ട്, വിശ്വാസത്തിൽ ഉറക്കുന്നില്ല, ഉപദേശമില്ല, പത്യോജനം പത്യോപദേശമില്ല, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർവിട്ട് പോകുന്ന ഒരുത്തനും ദൈവമില്ല, ക്രിസ്തുവിന്റെ ഉപദേശം പ്രസംഗിക്കുന്നില്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യോജനവും ഭക്തിക്കൊത്ത് ഉപദേശവും സഭകളിൽ പ്രസംഗിക്കുന്നില്ല. പരിണിത ഫലം സഭ പുളിച്ച് 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 മുഴുവൻ മാവും പുളിച്ച് ഒരു പിണ്ടമായി തീരുന്നത് പോലെ സഭ നശിച്ച് നാമാവിശേഷമായി കൊണ്ടിരിക്കുക. എനിക്കൊരു ഒത്തിരി പ്രസ്ഥാനങ്ങൾ തകർന്ന് തരിപ്പണമായി കിടക്കുക, ഒത്തിരി സഭകൾ തരിപ്പണമായി കിടക്കുക, ഒത്തിരി ക്രൈസസുകൾ സഭയിൽ വന്നു കഴിയുമ്പോൾ സഭ പൂട്ടി ചാവിയും കൊണ്ട് പ്രസ്ഥാനക്കാർ പോവുക, ഭാരവാഹികൾ. എത്രയോ കഥകളാണ് പ്രിയമുള്ളവരെ കേൾക്കുന്നത്. ഇവിടെ നമുക്ക് സഭയെ ഉദ്ധരിച്ചെടുക്കാനുള്ള എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് കമ്പിവാചകം പോലെ പറയാൻ കർത്താവ് ശരണപ്പെടുക. സഭയെ ഉപദേശം പഠിപ്പിക്കുക, വിശ്വാസികളെ ഉപദേശം പഠിപ്പിക്കുക. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് സഭയുടെ തൂണുകളാണെന്ന് പൗലോസ് ഗലാത്യർക്കെത്തി പഠിപ്പിക്കുക. തൂണുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ദ ചർച്ച് ഓഫ് പില്ലേഴ്സ്. അവർ പറയുന്ന ഉപദേശത്തിലാണ് സഭ നിലനിൽക്കുന്നത്. ആ ഉപദേശമില്ലെങ്കിൽ സഭ മൂക്കുകൊത്തും. മെട്രോ തൂണ്, 10 അടി പാലത്ത് ഇന്നേക്ക് 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ആ വാർത്ത പത്രത്തിൽ പ്രസിദ്ധമായി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു. തൂണ് ചരിഞ്ഞു, തന്നിമിത്തം ട്രെയിൻ ചരിഞ്ഞു. ഒരു പാളത്തിലൂടെ ട്രെയിൻ ഓടിച്ചുകൊണ്ട് ചില മാസങ്ങൾ ആഴ്ചകൾ എടുത്ത പാലം പണിത് ആ ചരിഞ്ഞ തൂണിന് വേറെ തൂണ് അടിയിൽ നിന്ന് പൊക്കി, പാറയിൽ നിന്ന് കെട്ടിപ്പൊക്കിയെടുത്ത് അതിലേക്ക് കണക്ഷൻ കൊടുക്കാനിടയായി തീർന്നു എന്ന് നേരിട്ട് കാണാനിടയായ വ്യക്തിയായ ഞാൻ പറയുക. അത് കാണാനിടയായി, നന്നായിട്ട് അറിയാം. കാരണം ഞങ്ങളുടെ വീട് ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരമുള്ള ആ പാലത്തിന്, ഈ ചരിഞ്ഞ തൂണിൻ്റെ പാലം 2 കിലോമീറ്റർ ദൂരമുള്ളൂ, കൂടുതലൊന്നുമില്ല. അതുകൊണ്ടായി പറയുന്നത് വ്യക്തമായിട്ട് കൃത്യമായിട്ട്. ഇത് പുതിയ നിയമസഭയുടെ പില്ലറൊക്കെ ചരിഞ്ഞു കിടന്നിട്ട് വർഷങ്ങളായി. തൂണെല്ലാം 4 നിലയിൽ പൊട്ടിക്കിടക്കുക, തകർന്നു കിടക്കുക. പണ്ടാറിന് പറഞ്ഞല്ലോ, ചിട്ടി നടത്തിയവൻ ചിട്ടി 8 നിലയിൽ പൊട്ടിയപ്പോൾ അവൻ ഉപദേശിയായി, അവനിപ്പോൾ കോടീശ്വരനായി, അവനിപ്പോൾ ലോകം മുഴുവൻ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. സഭ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ അതിൻ്റെ യഥാർത്ഥ ഗോളിൽ നിന്ന് വ്യതിചലിച്ച് തെറ്റായ ദിശയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് സഭയ്ക്ക് എന്തുണ്ടായി? ആത്മീയവർദ്ധന ഉണ്ടായി. അത് ആത്മീയത്തിൽ വളർന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അത് ആത്മീയമായി അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കിക്കൊണ്ടിരുന്നു. ഇന്നിപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കേണ്ട ശുശ്രൂഷകന്മാർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സുവിശേഷം വിറ്റ് ഒരു പൈസ ഉണ്ടാക്കുക, അവർ കോടികൾ കൊയ്തുകൊണ്ടിരിക്കുക, അവർ സുഖലോലുപന്മാരായിട്ട് ജീവിക്കുക. ലോകത്തിലെ സുഖ്യന്മാരുടെ ലിസ്റ്റിൽ പാസ്റ്റർമാരാണ് മുൻപന്തിയിൽ നിൽക്കുന്നതാണ് എൻ്റെ ചിന്ത. കാരണം അതുപോലെ അവർ വക്രിച്ച് ധനം സമ്പാദിക്കുന്നുണ്ട്. ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഇവരാൽ നടത്തപ്പെടുന്ന സഭകൾ പുളിച്ച മാവിൻ്റെ പിണ്ടമായി മുഴുവൻ നശിച്ച് നാമാവിശേഷമായി പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ഇവിടെ ഒരു ഉദാഹരണം നമുക്ക് ആവശ്യമുണ്ട്. അതിനായി ഈ സന്ദേശം ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ 9-ാം വാക്യത്തിൽ ദുർനടപ്പുകാരുടെ സംസർഗം വരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുതെന്നല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ടു പോകേണ്ടി വരും. ദൈവമക്കളെ ശ്രദ്ധിക്കുക, പാസ്റ്റർമാർ ശ്രദ്ധിക്കുക. അടുത്ത് പറയുന്നത്, എന്നാൽ സഹോദരൻ എന്ന പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് കൂടെ സംസർഗമരുത്. അങ്ങനെയുള്ളവനോടുകൂടി ഭക്ഷണം കഴിക്കരുത്. നമ്മളിപ്പോൾ ബിരിയാണി തിന്നുക എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്കെന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെയല്ലോ വിധിക്കുന്നത്, പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. ലോക മനുഷ്യനെ ദൈവം വിധിച്ചോളും, സഭയിലുള്ളവരെ നമ്മൾ വിധിക്കണം. തെറ്റ് ചെയ്തെങ്കിൽ തെറ്റിനെതിരെ വിരൽ ചൂണ്ടണം. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ദൈവസ്നേഹത്താൽ നിറഞ്ഞ് അവരോട് ഇടപെടണം. ഗൗരവത്തോടെ അവരോട് സംസാരിക്കണം. അവരുടെ പാപത്തിനെതിരെ പ്രസംഗിക്കണം.
പാപത്തിനെതിരെ ശക്തമായവരോട് വാദിച്ചിടപെട്ട് ആ പാപത്തിൽ നിന്ന് അവരെ അടർത്തിയെടുത്ത് ദൈവത്തിന് കൊള്ളാവുന്നവരാക്കി തീർക്കണം. ഇല്ലെങ്കിൽ സഭ മുഴുവനും പുളിച്ച് പുളിമാവിൻ്റെ പിണ്ടം പോലെ ആയിത്തീരും. ഒരു ഗുണവും കാണത്തില്ല സഭയ്ക്ക്. കർത്താവ് വരാറായി, സഭ എടുക്കപ്പെടാൻ നേരമായി, കാഹളം ധ്വനിക്കാരായി. ക്രിസ്തുവിൽ മരിച്ചവരും വരുത്തുന്നവർക്ക് പിന്നെ ജീവനോടിരിക്കുന്ന നാം ഒരുമിച്ച് കർത്താവിനെതിരെ ആകാശത്തിന് മേഘങ്ങൾ എടുക്കപ്പെടും. സഭയുടെ ഉൽപ്രാവണത്തിന്റെ നേരമായി, സഭയുടെ റാപ്ചറിന്റെ നേരമായി, കാഹളം ധരിക്കാൻ സമയമായി. പുളിച്ച മാവിനെ നീക്കിക്കളയാൻ മനസ്സുണ്ടോ പ്രിയമുള്ളവരെ? ദുരുപദേശങ്ങൾ കൊണ്ടുവരുന്ന ശുശ്രൂഷകന്മാരെ ദൈവവചനമെന്ന ആത്മാവിന്റെ വാളെടുത്ത് അവർക്കെതിരെ ശക്തിയോടെ പ്രതികരിക്കാൻ നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭക്തിക്കുത്തുപദേശം അനുസരിക്കാതെ അന്യതാ ഉപദേശിക്കുന്നതിൽ ഒന്നും തിരിച്ചറിയാത്തവനെന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. അവർ ചെയ്തതെന്ന് എന്തെന്ന് അവർക്കറിയത്തില്ല, അവർ പറഞ്ഞതെന്തെന്ന് അവർക്കറിയത്തില്ല. സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായിപ്പോയി. ഇന്നത്തെ ആത്മീയകോളം നല്ലൊരു ശതമാനം അതാണ്. അതാർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. ഞാനത് ശാന്തമായി വിളിച്ച് പറയാറുണ്ട് പലരോടും. എന്തിനാണ്? എന്തെങ്കിലും കണികകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവകൃപയിൽ അണയാനിടയാകട്ടെ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ പറയുന്നത്. പ്രിയമുള്ളവരുടെ വാക്കുകളെ ഞാനിവിടെ ഉപസംഹരിക്കുക. അപ്പോൾ സഭയിലുള്ള ദുർനടപ്പുകാരെ എന്ത് ചെയ്യണം? മുഖം നോക്കാതെ അവർക്കെതിരെ നടപടിയെടുക്കണം. പുറത്താക്കേണ്ടവരെ പുറത്താക്കണം, ശാസിക്കേണ്ടവരെ ശാസിക്കണം, തർജ്ജനം ചെയ്യേണ്ടവരെ തർജ്ജനം ചെയ്യണം. അത് വ്യവസ്ഥാപിതമായി ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ സഭ മുഴുവൻ പുളിച്ച മാവിൻ്റെ പിണ്ടമായി മാറും. എക്സോഡസിൻ്റെ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം ചില കാര്യങ്ങൾ പെട്ടെന്ന് വായിച്ചു പോകാം. അതിൻ്റെ പുറപ്പാട് 12-ന്റെ 15-ാം വാക്യം വായിക്കുന്നു, ശ്രദ്ധിക്കണമേ. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്തപ്പം തിന്നണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ എങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ച് കളയണം. ഹല്ലേലൂയ. ഇനി അടുത്ത് 17, 18, 19 കൂടി വായിക്കുന്നു, ശ്രദ്ധിക്കണേ. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം. ഈ ദിവസത്തിൽ തന്നെയാകുന്നു ഞാൻ നിങ്ങളുടെ ഗണങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ ആചരിക്കണം. സ്തോത്രം. 1-ാം മാസം 14-ാം തീയതി വൈകുന്നേരം മുതൽ ഈ മാസം 21-ാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾ പുളിപ്പില്ലാത്തപ്പം തിന്നണം. 7 ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ച മാവ് കാണരുത്. ആരെങ്കിലും പുളിച്ചത് തിന്നാൽ പരദേശിയായാലും സ്വദേശിയായാലും അവനെ ഇസ്രായേൽ സഭയിൽ നിന്ന് ഛേദിച്ച് കളയണം. പുളിച്ചത് യാതൊന്നും നിങ്ങൾ തിന്നരുത്. നിങ്ങളുടെ വാസസ്ഥങ്ങളെല്ലാം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത പ്രമാണമാണ്. ഈ പുളിച്ച അവസ്ഥ എന്താണെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു, ശ്രദ്ധിക്കുക. ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി. എന്നാൽ യേശു അവരുടെ നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പം കൊണ്ടുപോരായികയാലായിരിക്കും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അതറിഞ്ഞിട്ട് യേശു പറഞ്ഞത്, അല്പവിശ്വാസികളെ, അപ്പം കൊണ്ടുവരായികയാൽ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും നിങ്ങൾക്ക് തിരിച്ചറിയുന്നില്ലയോ? 5000 പേർക്ക് 5 അപ്പം കൊടുത്തിട്ട് എത്ര കൊട്ട എടുത്തു എന്നും 4000 പേർക്ക് 7 അപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തു എന്നും നിങ്ങൾ ഓർക്കുന്നില്ലയോ? പരീശന്മാരുടെയും സാദുക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തതെന്ത്? അങ്ങനെ അപ്പത്തിൻ്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സാദുക്യരുടെയും ഉപദേശമത്രേ. ഈ പുളിച്ച മാവെന്ന് പറയുന്നത് ദുരുപദേശമാണ്. ശാസ്ത്രന്മാരുടെയും പരീക്ഷകരുടെയും സാധുക്കളുടെയും ഉപദേശമത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു. പുളിച്ച മാവ് ദുരുപദേശമാണ്. സഭ ദുരുപദേശത്തിൽ കിടക്കുക.
കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനം ഭക്തിക്കൊത്ത് ഉപദേശം സഭയെ പഠിപ്പിക്കണം. അപ്പൊ സഭ കുളിപ്പില്ലാത്തവരായിരിക്കുള്ളൂ. ന്യായപ്രമാണവും അന്യതാ ഉപദേശവും തത്വജ്ഞാനവും ആവശ്യമില്ലാത്ത കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതികഥ, സങ്കല്പകഥ, ലോകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ സഭയെ പറഞ്ഞ് കേൾപ്പിച്ച് സഭയെ പുളിപ്പിലേക്ക് തള്ളിവിടുകയാണ്. പുളിച്ച മാവിന്റെ സംഘങ്ങളായി സഭകൾ തീർന്നിരിക്കുന്നു. അവനെ സഭയിൽ നിന്ന് ചേലിച്ച് കളയണമെന്ന എക്സോഡസിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുക. വാത്സല്യ ദൈവമക്കളെ, സഭ എടുക്കപ്പെടാൻ നേരമായി. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരാൻ നേരമായി. കാഹളം ധരിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും ജീവനൊളിരിക്കുന്ന നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. അതിനുള്ള സമയമായി. സമയം ആർക്കു വേണ്ടി നിൽക്കുന്നില്ല, അത് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക. സ്വത്ര എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോസ്തലനായ പൗലോസ്. ഞാൻ ആ വാക്യം നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പി. എഫേസ്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആകയാൽ സൂക്ഷ്മത്തോടെ ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഈ ദുഷ്കാലമായാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകതെ കർത്താവിൻ്റെ ഇഷ്ടമില്ലെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. സഭ ഉറങ്ങിക്കിടക്കുക. ആത്മീയമായി ചത്തുകിടക്കുന്ന ലോക മനുഷ്യരുടെ നടുവിൽ ആത്മീയ ജീവൻ പ്രാപിച്ച പെന്തക്കോസ്ത് സമൂഹം ഉറങ്ങിക്കിടക്കുക. റൈസ് ആൻഡ് ഷൈൻ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ മരിച്ചവിടെ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. പുളിച്ച മാവ് കൊണ്ട് സഭ മലീനസമായിരിക്കുക. സഭ ദുർനടപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സഭ തെറ്റായ ഉപദേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സഭയ്ക്ക് പത്യോപദേശം കിട്ടാതെ സഭ ആത്മീയമായി ജീർണിച്ചു പോയിക്കൊണ്ടിരിക്കുക. പുതിയ നിയമം പ്രസംഗിക്കുന്ന കരുത്തന്മാർ, ശക്തന്മാർ എഴുന്നേറ്റ് വന്ന് പോസന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. പുതിയ നിയമസഭ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ഇന്നുള്ള സഭകൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, പൊളിച്ച അനുഭവങ്ങളെല്ലാം വിടുവാൻ, ദുരുപദേശങ്ങളെല്ലാം വിടുവാൻ, ദുർനടപ്പെല്ലാം വിടുവാൻ ഈ ചെറിയ സന്ദേശം മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് വിവരങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറാനാഥ.